ചോദ്യം: ഒരു യാചകൻ നിരന്തരം ചോദിച്ച് ശല്യപ്പെടുത്തിയപ്പോൾ ഒരാൾ സ്വതക്ക നൽകി. എന്നാൽ പുണ്യം കിട്ടുമോ? ഉത്തരം: കിട്ടുന്നതാണ്. തന്നെ ചോദിച്ച് ശല്യപ്പെടുത്തുന്നതിൽ നിന്ന് തടയുക എന്ന ഉദ്ദേശം കൂടി ഉണ്ടെങ്കിലും സ്വതക്കയുടെ പുണ്യം അതുകൊണ്ട് നഷ്ടപ്പെടില്ല. ചോദ്യം: ഒരുത്തന്റെ കടബാധ്യത അവന്റെ സമ്മതം കൂടാതെ മറ്റൊരുത്തൻ വീട്ടാമോ? ഉത്തരം: വീട്ടാവുന്നതാണ്. കടം വീടുകയും ചെയ്യും. ആരുടെ കടമാണോ വീട്ടിയത് അവനോട് ആ സംഖ്യ കടം വീട്ടിയവൻ ചോദിക്കാൻ പാടില്ല. ചോദ്യം: ഒരാൾ മറ്റൊരു മുസ്ലിമിന്റെ വസ്തു വെട്ടിപ്പിലൂടെ കൈക്കലാക്കി. പിന്നീട് പാശ്ചാത്താപം തോന്നി. പക്ഷേ വെട്ടിപ്പിനിരയായവൻ മരണപ്പെട്ടു. ഇനി എന്തു ചെയ്യും? ഉത്തരം: അവന്റെ അനന്തരാവകാശികൾക്ക് കൊടുത്ത് ബാധ്യത തീർക്കണം. ചോദ്യം: കടബാധ്യതയുള്ള ഒരാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന് അനന്തര സ്വത്തുണ്ട്. പക്ഷേ അനന്തരാവകാശികൾ കടം വീട്ടിയില്ല. എങ്കിൽ പരലോകത്ത് കടബാധ്യത ആർക്കാണ്? ഉത്തരം: കടബാധ്യത തീർക്കാതെ മരണപ്പെട്ടയാളാണ് പരലോകത്ത് കടബാധ്യതക്കാരൻ. അയാളോടാണ് ഇത് സംബന്ധിച്ച് ചോദിക്കപ്പെടുക. ചോദ്യം: കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും അത് വീട്ടാതെ കടം നൽകി സഹായിച്ചവനെ സുയിപ്പാക്കി പിന്തിച്ച് മരണപ്പെട്ടാലോ? ഉത്തരം: അതിന്റെ ഉത്തരവാദിത്വം സുയിപ്പാക്കിയവന് തന്നെയാണ്. അദ്ദേഹം മരണപ്പെടും മുമ്പ് കടം വീട്ടാനുള്ള സംഖ്യ അനന്തരാവകാശികളെ ഏൽപ്പിച്ചാലും അനന്തരാവകാശികൾ സ്വയം വീട്ടിയാലും കടം വീട്ടാതെ സുയിപ്പാക്കിയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകൂല. കടബാധ്യതയിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. ചോദ്യം: ഒരാൾ ഒരു സംഖ്യ മോഷ്ടിക്കുകയും ആ സംഖ്യ കൊണ്ട് കച്ചവടച്ചരക്ക് വാങ്ങി കച്ചവടം ചെയ്തു വലിയ ലാഭം നേടി. പിന്നീട് മോഷ്ടാവിന് തൗബ ചെയ്യാൻ തോന്നുകയും മോഷ്ടിച്ച സംഖ്യ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ മോഷ്ടിച്ച സംഖ്യ മാത്രം തിരിച്ചു കൊടുത്താൽ മതിയോ? അതല്ല, അതുകൊണ്ട് നേടിയ ലാഭങ്ങളും തിരിച്ചു കൊടുക്കണോ? ഉത്തരം: മോഷ്ടിച്ച സംഖ്യ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. ലാഭം തിരിച്ചു കൊടുക്കേണ്ടതില്ല. കാരണം ലാഭം കച്ചവടച്ചരക്കിൻ്റെ ലാഭമാണ്, മോഷ്ടിച്ച സംഖ്യയുടെ നേട്ടമല്ല. മോഷണം കടുത്ത ഹറാമും ആ കാശുകൊണ്ട് ചരക്ക് വാങ്ങിയത് അസാധുവും ആണെങ്കിലും കൈകാര്യം സ്വഹീഹാണ്. അതായത് കച്ചവടച്ചരക്ക് വാങ്ങിയതും കച്ചവടം ചെയ്തതും സാധുവാണ്. ചോദ്യം: ഒരാൾ തൻ്റെ കച്ചവട ആവശ്യത്തിനു വേണ്ടി തൻ്റെ സുഹൃത്തിൽ നിന്ന് 1,00,000 രൂപ കടം വാങ്ങി. ഈ കാശ് തിരിച്ചു കൊടുക്കുന്നതുവരെ മാസാന്തം 1000 രൂപ കടം നൽകിയവന് നൽകാമെന്ന വ്യവസ്ഥയോടെയാണ്. ഈ 1000 രൂപകൾ കൊടുക്കാമോ വാങ്ങാമോ? ഉത്തരം: പാടില്ല, നിഷിദ്ധമാണ്, കടപ്പലിശയാണ്. ഇടപാടിൽ വ്യവസ്ഥ ചെയ്യാതെ ഇങ്ങനെ മാസാന്തം ഒരു സംഖ്യ തരുന്നുണ്ടെങ്കിൽ വാങ്ങൽ തെറ്റില്ല. എങ്കിലും കടസംഖ്യ മടക്കി കിട്ടും മുമ്പ് നൽകപ്പെടുന്ന ഇത്തരം സമ്മാനങ്ങൾ സ്വീകരിക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. ചോദ്യം: സമ്പത്തുള്ളവൻ യാചന നടത്തുന്നതിൻ്റെ വിധിയെന്ത്? ഉത്തരം: നിഷിദ്ധമാണ്. കാരണം ആരോടാണോ അയാൾ യാചിച്ചു ചോദിക്കുന്നത് അദ്ദേഹത്തെ അയാൾ വഞ്ചിക്കുകയാണ്. ചോദ്യം: ഹറാമായ യാചനയാണ് ഒരാൾ നടത്തുന്നതെന്ന് മനസ്സിലായാൽ അയാൾക്ക് ദാനം ചെയ്യൽ ഹറാമാകുമോ? ഉത്തരം: ഹറാമാകില്ല. സമ്പന്നന് ദാനം ചെയ്യൽ നിഷിദ്ധമല്ല. സമ്പന്നനാണെന്ന് അറിഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുന്നവൻ വഞ്ചിതനാകുന്നില്ല. ചോദ്യം: അഗതികൾ, അനാഥകൾ, വിധവകൾ തുടങ്ങി സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് സർക്കാർ അനുവദിക്കുന്ന പെൻഷനുകൾ അർഹതപ്പെട്ടവർ വാങ്ങുന്നതിൻ്റെ ഇസ്ലാമിക വിധിയെന്ത്? ഉത്തരം: അനുവദനീയമാണ്. അത് നൽകൽ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. അത് കൈപ്പറ്റാവുന്നതാണ്. ചോദ്യം: കളവ് പതിവാക്കിയ ഒരാൾ എന്തെങ്കിലും ദാനമായി തന്നാൽ സ്വീകരിക്കാമോ? ഉത്തരം: അയാൾ തരുന്ന വസ്തു ഹറാമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വീകരിക്കൽ കുറ്റകരമാണ്, നിഷിദ്ധമാണ്. ഉറപ്പില്ലെങ്കിൽ ഹറാമില്ല, കറാഹത്തുണ്ട്. ഇയാളിൽ നിന്ന് വാങ്ങി യഥാർത്ഥ ഉടമസ്ഥന് മോഷണ വസ്തു തിരിച്ചു കൊടുക്കുന്നു എന്ന ഉദ്ദേശത്തോടെ ഹറാമായ വസ്തു വാങ്ങാം. അതിൽ തെറ്റില്ല. വിധികർത്താവ്, മുഫ്തി, സാക്ഷി നിൽക്കുന്നവർ എന്നിവർ വാങ്ങുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനാണെന്ന് വ്യക്തമാക്കണം. ചോദ്യം: ജീവിതകാലത്ത് തന്നെ മക്കൾക്ക് സ്വത്ത് വിഹിതം ചെയ്തു കൊടുക്കുമ്പോൾ ആണിനും പെണ്ണിനും ഒരുപോലെ കൊടുക്കൽ നിർബന്ധമുണ്ടോ? ഉത്തരം: നിർബന്ധമില്ല. ചിലരുടെ ആവശ്യം കൂടുതൽ, ഇൽമ്, ഭക്തിജീവിതം പോലെയുള്ള സവിശേഷതകൾ പരിഗണിച്ച് ഏറ്റവ്യത്യാസം വരുത്തുന്നെങ്കിൽ കറാഹത്തില്ല, അല്ലെങ്കിൽ കറാഹത്താണ്. ചോദ്യം: പള്ളിയുടെ പണം കടം കൊടുക്കാമോ? ഉത്തരം: സൂക്ഷിച്ചു വെച്ചാൽ നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടെങ്കിൽ കടം കൊടുക്കൽ നാളുറിന് അനുവദനീയമാണ്. ചോദ്യം: മദ്രസയുടെ പണത്തിനും ഇതേ വിധിയാണോ? ഉത്തരം: അതെ, അവ പൊതുസ്വത്താണല്ലോ. ചോദ്യം: പുത്തൻവാദികളുമായി കടമിടപാട് നടത്താമോ? ഉത്തരം: അനുവദനീയമാണ്. അവരുമായി കടമിടപാട് പാടില്ലെന്നോ സാധുവല്ലെന്നോ ഫുഖഹാ പഠിപ്പിച്ചിട്ടില്ല. ചോദ്യം: ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ ഗുന്നത്ത് എന്ന ഗ്രന്ഥത്തിൽ വലാ യുദാഇനഹും
പുത്തൻവാദികളുമായി കടമിടപാട് നടത്താതിരിക്കലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള പ്രതികരണം. ഉത്തരം: ബിദ്അത്തിന്റെ ഗൗരവം പ്രകടമാക്കിക്കൊണ്ട് സജിറിന്റെ ശൈലിയിൽ പറഞ്ഞതാണ് ഷേഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വിധി പറഞ്ഞതല്ല. മഹാനവറുകൾ ഹംബലി മദ്ഹബ് അനുകരിച്ച് ജീവിക്കുന്ന കാലത്ത് രചിച്ച ഗ്രന്ഥമാണ് ഗുന്യത്ത്. ചോദ്യം: ഒരാൾ മറ്റൊരാൾക്ക് നീ ചായ കുടിക്കുക, മരുന്ന് വാങ്ങുക എന്നിങ്ങനെ പറഞ്ഞ് കാശ് കൊടുത്താൽ ആ കാശ് മറ്റു ആവശ്യങ്ങൾക്ക് തിരിക്കാമോ? ഉത്തരം: കൊടുത്തയാൾ നിർണിത ആവശ്യം ഉദ്ദേശിച്ചും നിജപ്പെടുത്തിയും കൊടുത്തതാണെങ്കിൽ ആ ആവശ്യത്തിലേക്ക് മാത്രമേ പ്രസ്തുത സംഖ്യ വിനിയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ നിജപ്പെടുത്തൽ ഉദ്ദേശമില്ലെന്നും ഉപചാരപൂർവം ചില ആവശ്യങ്ങൾ പറഞ്ഞുവെന്നേയുള്ളൂവെന്നും സാഹചര്യം കൊണ്ടോ മറ്റോ മനസ്സിലായാൽ പറഞ്ഞ ആവശ്യത്തിലേക്ക് തന്നെ തിരിക്കണമെന്നില്ല. ചോദ്യം: ഒരാൾ ഒരു പുത്തൻവാദിക്ക് വല്ലതും നേർച്ചയാക്കിയാൽ ആ നേർച്ച സുന്നിയായ വ്യക്തിക്ക് കൊടുത്താൽ വീടുമോ? ഉത്തരം: അതെ. ആ നേർച്ച വസ്തു സുന്നി വിശ്വാസിക്ക് നൽകൽ അനുവദനീയമാണ്. ചോദ്യം: 25 വർഷം മുമ്പ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങിയിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു കൊടുത്തപ്പോൾ അന്നത്തെ 10,000 ഇപ്പോഴത്തെ 50,000-ന് തുല്യമാണെന്നും അതിനാൽ 50,000 തരണമെന്നും കിട്ടാനുള്ളവൻ വാദിക്കുന്നു. 10,000 തിരിച്ചു കൊടുത്താൽ മതിയാകുമോ? ഉത്തരം: വാങ്ങിയ അത്രയും സംഖ്യ മാത്രം തിരിച്ചു നൽകിയാൽ മതി. അതായത് 10,000 രൂപ മാത്രം. അതുമാത്രമേ ബാധ്യതയുള്ളൂ. കൊടുത്തതിന് തുല്യമായത് തിരിച്ചു കൊടുക്കലാണ് ബാധ്യത. മൂല്യം നോക്കേണ്ടതില്ല. ചോദ്യം: വർഷങ്ങൾക്ക് മുമ്പ് 10 പവൻ സ്വർണം കടം വാങ്ങിയവൻ ഇപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ 10 പവൻ സ്വർണം തിരിച്ചു കൊടുക്കണോ? ഉത്തരം: അതെ. അത്രയും കൊടുക്കൽ നിർബന്ധമാണ്. അന്ന് 10 പവന്റെ വില ഇന്ന് 1 പവനുണ്ട് എന്ന് പറഞ്ഞ് 1 പവൻ കൊടുത്താൽ കടം വീടില്ല. ചോദ്യം: ഒരാൾ ഒരു ആടിനെ കടം വാങ്ങി. തിരിച്ചു കൊടുക്കുമ്പോൾ അതുപോലെയുള്ള ആടിനെ കൊടുത്താൽ മതിയാകുമോ? ഉത്തരം: മതിയാകുന്നതാണ്. അതിലേറെ മുന്തിയത് കൊടുക്കൽ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിയ ഒട്ടകത്തേക്കാൾ മുന്തിയ ഇനം ഒട്ടകമാണ് തിരിച്ചു നൽകിയത്. ചോദ്യം: ഒരാൾ വാടകയ്ക്ക് എടുത്ത വസ്തു അയാൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകൽ അനുവദനീയമാണോ? അതെ. വാടകയ്ക്ക് എടുത്ത വസ്തുവിൻ്റെ ഉപകാരം വാടകക്കാരൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. വാടക വസ്തു സ്വീകരിച്ചു കൈപ്പറ്റിയ ശേഷം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാം. ചോദ്യം: വാടകയ്ക്ക് എടുത്തവൻ ഉടമയ്ക്ക് നൽകേണ്ട വാടകയേക്കാൾ അധികം സംഖ്യക്ക് വാടകയ്ക്ക് നൽകാമോ? ഉത്തരം: അതെ. അങ്ങനെ നൽകൽ അനുവദനീയമാണ്. ചോദ്യം: ഒരാൾ കുട്ടിക്കാലത്ത് നേർച്ചയാക്കി, എന്നാൽ അത് വീട്ടിയിട്ടില്ല. അത് ബാധ്യതയായി കിടക്കുമോ? ആ നേർച്ച വീട്ടൽ നിർബന്ധമുണ്ടോ? ഉത്തരം: നിർബന്ധമില്ല. ശർഇന്റെ നിർബന്ധ ബാധ്യത വരാത്ത കുട്ടികൾ, ഭ്രാന്തന്മാർ പോലെയുള്ളവർ ഒരു കാര്യം നിർബന്ധ ബാധ്യതയായി ഏറ്റെടുക്കാൻ അർഹരല്ലാത്തതുകൊണ്ട് അവരുടെ നേർച്ച സാധുവല്ല. ചോദ്യം: നാട്ടിലുള്ള ഒരാൾ ഗൾഫിലുള്ള സുഹൃത്തിനോട് 25,000 രൂപ കടം ചോദിച്ചു. ഗൾഫുകാരൻ 25,000-ന് തുല്യമായ റിയാൽ അയച്ചു കൊടുത്തു. ഇവിടെ അത് 25,000 ഇന്ത്യൻ രൂപ കിട്ടുകയും ചെയ്തു. തിരിച്ചു കൊടുക്കാൻ നേരം 25,000 കൊടുത്തപ്പോൾ ഗൾഫിൽ റിയാലിൻ്റെ മൂല്യം കുറഞ്ഞിട്ടുണ്ടെന്നും അതിനാൽ ഞാൻ അയച്ചു തന്ന റിയാലിന് നാട്ടിൽ 30,000 ഉണ്ടെന്നും അത് തരണമെന്നും കടം തന്ന് സഹായിച്ചവൻ പറഞ്ഞാൽ അത്രയും നൽകാൻ ബാധ്യതയാണോ? ഉത്തരം: അല്ല. 25,000 മാത്രമേ വീട്ടിൽ നിർബന്ധമുള്ളൂ. ചോദ്യം: വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടബാധ്യതയുമായി ബന്ധപ്പെട്ടതാണോ? ഉത്തരം: അതെ. അൽ ബഖറ സൂറത്തിലെ 282-ാം ആയത്താണത്. ചോദ്യം: നീക്കം ചെയ്യാവുന്ന വിരിപ്പ്, പായ, കാർപ്പറ്റ് എന്നിവ പള്ളിയായി വഖഫ് ചെയ്യാമോ? ഉത്തരം: അവ നിലത്ത് ആണിയടിച്ചോ മറ്റോ ഉറപ്പിച്ച ശേഷം വഖഫ് ചെയ്താൽ സഹിഹാകുന്നതാണ്. അങ്ങനെ വഖഫ് ചെയ്ത ശേഷം അവ അവിടെ നിന്ന് പറിച്ചെടുത്താലും വഖഫിൻ്റെ നിയമം മാറില്ല. അപ്പോൾ അവ എവിടെ വിരിച്ച് നിസ്കരിച്ചാലും പള്ളിയിൽ വെച്ച് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും. പള്ളിയുടെ മറ്റു നിയമങ്ങളും ബാധകമാണ്. ചോദ്യം: പള്ളി വിപുലീകരണാവശ്യാർത്ഥം അതിൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് പള്ളിയിലേക്ക് കൂട്ടിച്ചേർത്ത സ്ഥലത്തിന് പള്ളിയുടെ വിധിയുണ്ടാവുമോ? ഉത്തരം: പ്രസ്തുത സ്ഥലം ഇനി പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടാൽ പള്ളിയുടെ വിധിയുണ്ടാകും. ചോദ്യം: പള്ളിയിൽ മുളച്ച വൃക്ഷത്തിൻ്റെ കൊമ്പ് പള്ളിയുടെ പുറത്താവുകയും ആ കൊമ്പിൽ ഒരാൾ ഇഅ്തികാഫ് ഇരിക്കുകയും ചെയ്താൽ സ്വഹീഹാവുമോ? ഉത്തരം: അതെ. അവൻ്റെ ഇഅ്തികാഫ് സ്വഹീഹാണ്.